ഹലോ, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാങ്ങിങ് ലൈറ്റാണ്. നമ്മളെ ബെഡ്റൂമിലൊക്കെ തൂക്കാൻ പറ്റുന്ന നല്ലൊരു ഹാങ്ങിങ് ലൈറ്റാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പൊട്ടിയൊരു പഴയ കൊട്ടക്കയിൽ കൊണ്ടാണ്. ഇതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് നടുവൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണം. അത് നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയൊരു പീസ് കിട്ടും. ഈ മടക്കി വെച്ച പേപ്പറിൽ നമ്മളിതിനൊരു കോയിൻ എടുത്തിട്ട് കുറച്ച് സർക്കിൾ ഇങ്ങനെ വരച്ച A4 ഷീറ്റിൽ ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അതിന് വേണ്ടി കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റൗണ്ട്സൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു പീസ് നൂല് സൂചിയിൽ ഒന്ന് കോർത്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ 2 തെർമോക്കോൾ ബോൾസ് കോർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളടുത്തുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അടിഭാഗത്തൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് ഈ കുഞ്ഞ റൗണ്ട്സ് എടുത്തിട്ട് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഒരു 5 പീസാണ് ഫസ്റ്റത്തെ ലെയറായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലെയർ കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഒന്നിന് മേലെ ഒന്നും കൂടെ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നൂല് കാണാതെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 5 ലെയർ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 18 പീസാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൊട്ടക്കയിലൊന്ന് കളർ ചെയ്ത് വരാം. ഞാനിവിടെ സ്പ്രേ പെയിൻ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അക്രിലിക് പെയിൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി ഓരോ ലെയേഴ്സും ഈ ഹോൾസിൽ താഴത്തേക്ക് തൂക്കിയിട്ട് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉള്ളിക്കൂടെ വേണം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലാണ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. പുറത്തുകൂടെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫിനിഷിങ് ടച്ച് കിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഒരു ലെയറും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 13 റൗണ്ട്സ് വെച്ചിട്ട് 5 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഉണ്ടാക്കിയതും കൂടെ ഇതിലൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലൈറ്റായിട്ട് ഒന്ന് സ്പ്രേ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ റെഡും വൈറ്റും കോമ്പിനേഷൻ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കൊട്ടയുടെ കളർ ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ഈ A4 തന്നെ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇനി സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ ലൈറ്റും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൊട്ടക്കയിൽ വെച്ചിട്ടുള്ള ഹാങ് ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ A4 ചെയ്യുകയാണെങ്കിൽ കളറുള്ള LED ബൾബ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് കൂടുതൽ ഭംഗിയായി കിട്ടും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.